ഹായ് ഹലോ മക്കളെ, നമ്മളിത് ഇന്ന് പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, അതെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ഇതിൽ ഏതൊക്കെ വരികളിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. പാഠഭാഗത്തിന്റെ പേര് പ്രിയദർശനം എന്നാണ്, അല്ലെ? പ്രിയമായ ദർശനം, ഏറ്റവും പ്രിയപ്പെട്ട ആരോ കാണുകയാണ്, അല്ലെ? അപ്പൊ ആ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇതെന്താണ്, ആരാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. കുമാരനാശാന്റെ ഒരു ഖണ്ഡകാവ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഖണ്ഡകാവ്യമാണ്, ഓരോ ഖണ്ഡങ്ങളായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതിലൊരു ഖണ്ഡം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഖണ്ഡത്തിന്റെ ഇതിവൃത്തം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നളിനിയും ദിവാകരനും കുട്ടിക്കാലത്തിലെ കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്, പരസ്പരം സ്നേഹം പങ്കുവെച്ച് വളർന്നവരാണ്. നളിനിക്ക് ദിവാകരനോട് എന്തെന്നില്ലാത്ത ഒരു പ്രണയം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ദിവാകരൻ വളർന്ന് കുറച്ചൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ദിവാകരന് തോന്നുകയാണ് സന്യാസ ജീവിതത്തിലേക്ക് തിരിയണം എന്ന് വിചാരിച്ചുകൊണ്ട് നളിനിയെയും വീടൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് നമ്മുടെ ദിവാകരൻ. അങ്ങനെ കുറെ നാൾ ദിവാകരനെ കാണാതെ കഴിഞ്ഞു പോയ നളിനിക്ക് കുറെ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൾ യൗവനയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വിവാഹാലോചന വരികയാണ്. അവളുടെ വീട്ടിൽ വിവാഹം ഉറപ്പിക്കുന്ന ആ ഒരു വക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ദിവാകരനെ മാത്രം മനസ്സിൽ വിചാരിച്ചു കഴിയുന്ന നളിനിക്ക് ഒരിക്കലും ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവൾ ഒരു പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് ഒരു സന്യാസിനി അവളെ കണ്ടുമുട്ടുന്നതും അവളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും സന്യാസ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്നതും. സന്യാസ ജീവിതത്തിലാണ് എന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ ഒരേ ഒരു ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്റെ ദിവാകരൻ എന്ന തന്റെ പ്രിയതമൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ജീവിതകാലം മൊത്തം തപസ്സിൽ ഇരിക്കുമ്പോഴും ആരെ ആലോചിച്ചിരിക്കുകയായിരുന്നു? ദിവാകരനെ ആലോചിച്ചു കൊണ്ടായിരുന്നു തപസ്സിൽ വാഴുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹിമാലയ സാനുക്കളിൽ വെച്ച് നമ്മുടെ ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ആ പ്രിയമായിട്ട് ആരെയോ ദർശിക്കുന്നതാണ് എന്ന് മനസ്സിലായി, അല്ലെ? നളിനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, താൻ ഇത്രയും നാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവാകരനെ ഒന്ന് കാണുക എന്ന് മാത്രമായിരുന്നു. ആ ഒരു പ്രിയദർശനം അവിടെ സാധ്യമാകുകയാണ്. ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളതും. നോക്കാം, പ്രിയദർശനം. തലക്കെട്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വിശദമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കുമാരനാശാനെ കുറിച്ച് നോക്കുകയാണ്. ആശാനെ കുറിച്ച് ചെറിയ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആശാനെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഒരു ഉത്തരം എഴുതുമ്പോൾ ആദ്യം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാന്റെ സ്നേഹഗായകൻ എന്ന് പറയുന്ന ഈ പേര് തന്നെയാണ് നമുക്ക് ആവശ്യമെന്ന് ആലോചിക്കുക. ആശാൻ സ്നേഹഗായകൻ, ആലോചിച്ചിരിക്കുക. ആശാൻ സ്നേഹഗായകൻ. അപ്പൊ ആ ഒരു പേര് കിട്ടിയോ? ആശാൻ സ്നേഹഗായകനാണ് എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി, അല്ലെ? സ്നേഹഗായകൻ എന്ന് എന്താണ് ആശാനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. നോക്കാം, നളിനി, ലീല, കരുണ, ചണ്ടാല ഭിക്ഷുകി, പ്രരോദനം തുടങ്ങിയ കൃതികൾ അത്രയും കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ ഒരാണും ഒരു പെണ്ണുമാണ് കഥാപാത്രങ്ങൾ. ഇവർ പരസ്പരം പങ്കുവയ്ക്കുന്നത് സ്നേഹമാണ്. സ്നേഹം എന്നൊരാശയത്തെ ഈ ഒരു വിധാനത്തിൽ അവതരിപ്പിച്ച മറ്റൊരു എഴുത്തുകാരൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ എങ്ങനെയൊക്കെ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് പ്രണയത്തെ ആ ഒരു കണ്ണിലൂടെ കാണാൻ വേണ്ടി ശ്രമിച്ച കുമാരനാശാന്റെ കൃതികളിൽ ഈ പറഞ്ഞ സ്നേഹം പല വിധാനത്തിൽ പലതരത്തിൽ അവതരിപ്പിക്കുകയാണ്. സ്നേഹം എന്ന സങ്കല്പത്തെ പലതരത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ആശാനെ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്. ആ ഒരു പേര് ആലോചിച്ച് വെക്കുക. സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് കുമാരനാശാൻ എന്നാലോചിച്ച് വെക്കുക. അടുത്ത ഒരു പേര് ആധുനിക കവിത്രയത്തിലെ ഒരു അംഗമാണ് എന്ന് പറയുകയാണ്. നമ്മൾ ആദ്യത്തെ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ചെറുശ്ശേരിയെ കുറിച്ച് അതോടൊപ്പം തന്നെ എഴുത്തച്ഛനെ കുറിച്ചൊക്കെ പഠിച്ചു, അല്ലെ?
അങ്ങനെ അവർ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ആധുനിക കവിത്രയത്തിലെ അംഗങ്ങളാണ് അല്ലെ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്ന് പറയുന്ന ഈ 3 പേരുടെ ഗണത്തെയാണ് നമ്മൾ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. ആ ആധുനിക കവിത്രയത്തിലെ ആദ്യത്തെ ആളാണ് ആശാൻ എന്ന് പഠിച്ചു വെക്കുക. 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. ആദ്യത്തെ 2 പോയിന്റ് വെച്ചുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന് ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും അത്യാവശ്യം എഴുതാനുള്ള പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നളിനി എന്ന ഖണ്ഡകാവ്യം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തുടക്കത്തിൽ എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല വരി സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കുമാരനാശാന്റെ കൃതിയാണ് നളിനി എന്നുള്ളത്. അതിലൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം എന്നുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത് അല്ലെ. അതുകൂടാതെ ഒരൊറ്റ പോയിന്റ് കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തരികയാണ്. ആശാൻ ആശയ ഗംഭീരൻ. ഇത്രയധികം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൃതി എഴുതുന്ന മനുഷ്യൻ അല്ലെ. അത് ഓരോ കൃതികളും നമ്മൾ വായിച്ചെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം ആശയമാണ്, അതിൻ്റെ ഉള്ളിൽ ആന്തരികമായ എന്തോരം അർത്ഥങ്ങളാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അല്ലെ. അതുകൊണ്ടാണ് ആശാനെ ആശയ ഗംഭീരൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ കൊടുത്തിരിക്കുകയാണ്. ആ കൃതികൾ കൂടി ഒന്ന് മനസ്സിലേക്ക് ഇട്ട് വെക്കുക. നോക്കാം. പ്രിയദർശനം എന്ന തലക്കെട്ടിന്റെ ആശയം. നമ്മൾ പാഠഭാഗത്തെ കുറിച്ച് ഒരു ധാരണ പറഞ്ഞപ്പോൾ തന്നെ പ്രിയദർശനം എന്ന തലക്കെട്ടിന്റെ ആശയം പറയുന്നുണ്ടായി. നോക്കാം. ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷം നിറഞ്ഞ കാഴ്ച. നളിനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുകയാണ്. അതാണ് ദിവാകരൻ അല്ലെ. ചെറുപ്പം മുതൽ താൻ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആ ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറെ നാളുകളായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇനി ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ദിവാകരനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നളിനി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട, അതല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ കാഴ്ച എന്നതാണ് പ്രിയദർശനം എന്ന തലക്കെട്ടിന്റെ അർത്ഥമായി വരുന്നത് എന്നാലോചിക്കുക. നാളുകൾക്ക് ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയിതാവിനെ കാണുന്ന നളിനിയുടെ സന്തോഷത്തെയാണ് ഈ തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. 2 വരി മാത്രം ആലോചിച്ചിരിക്കുക. നാളുകൾക്ക് ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയിതാവിനെ കാണുന്ന നളിനി ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന് പ്രിയദർശനം എന്ന് പേരിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നമ്മൾ കവിതയുടെ പൊതുവായ ചില പ്രത്യേകതകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ കവിതയുടെ പ്രത്യേകത എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ആദ്യത്തെ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വൃത്തം എന്താണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളമാണ് എന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ പാഠഭാഗം കാകളി വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ പാഠഭാഗത്തിനും വൃത്തമുണ്ട്, താളമുണ്ട് അല്ലെ. ആ താളത്തിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രഥോദ്ധത എന്ന് പറയുന്ന താളത്തിലാണ് ആശാൻ നളിനിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രഥോദ്ധത എന്ന് പറയുന്ന താളത്തിലാണ് ആശാൻ നമ്മുടെ നളിനി എന്ന് പറയുന്ന കൃതിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കാം. ആ രഥോദ്ധത എന്ന പേര് വരുന്നത് 2 വരികൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ എണ്ണി നോക്കുകയാണ്. താളം കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിരുന്നു അല്ലെ. എണ്ണി നോക്കിയാണ് കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വരിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. ആദ്യത്തെ വരിയിൽ 11 അക്ഷരം നമുക്ക് കിട്ടി. നമ്മൾ രണ്ടാമത്തെ വരി കൂടി എണ്ണി നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 അല്ലേ. രണ്ടാമത്തെ വരിയിലും നമുക്ക് 11 തന്നെയാണ് കിട്ടിയത്. ഈ 2 വരികളിലും നമ്മൾ കൂട്ടാതെ പോയ 2 അക്ഷരങ്ങളുണ്ട്. ഒന്ന് ചില്ലക്ഷരവും രണ്ടാമത്തത് ചന്ദ്രക്കലയിട്ട അക്ഷരവും. താളം കണ്ടെത്തുമ്പോൾ, സമാന താളം കണ്ടെത്തുമ്പോൾ ഇവ രണ്ടും കൂട്ടാൻ പാടില്ല എന്ന് ആദ്യത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നളിനിയുടെ ഓരോ വരികളും എടുക്കുമ്പോൾ അതിലെ ഓരോ വരികളിലും 11 അക്ഷരം വെച്ച് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വരിയിൽ 11 അക്ഷരം വന്നു കഴിഞ്ഞാൽ ആ താളത്തെ പറയുന്ന പേരാണ് രഥോദ്ധത എന്ന് ആലോചിച്ചിരിക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വൃത്തം. അപ്പോൾ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തെ കുറിച്ച് ഒരു പോയിന്റ് കൂടി നമ്മുടെ മനസ്സിലേക്ക് വരിക.
വരികയാണ്. ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു സ്നേഹഗായകൻ എന്ന് പറയുന്ന കുമാരനാശാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുകയാണ് ഇതിൽ രഥോത്തത എന്ന് പറയുന്ന വൃത്തത്തിലാണ്, താളത്തിലാണ് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ഓരോ 4 വരികൾ എടുക്കുമ്പോഴും അതിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നതായി കാണാം അല്ലെ. ഓരോ സ്റ്റാൻസ് എടുക്കുമ്പോഴും, ഓരോ 4 ഭാഗങ്ങൾ എടുക്കുമ്പോഴും അതിലെ രണ്ടാമത്തെ അക്ഷരം കൃത്യമാണ്, ആ അക്ഷരം തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. നോക്കാം, കണ്ട ഇവിടെയാണെങ്കിൽ ഷ് എന്ന് പറയുന്ന അക്ഷരം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പാഠഭാഗത്തിലെ 4 വരികളും എടുത്തു നോക്കിയാൽ അതിലെ രണ്ടാമത്തെ അക്ഷരം ഒന്ന് തന്നെയായിരിക്കും. ഈ പ്രത്യേകതയെ പറയുന്ന പേരും നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ദ്വിതീയാക്ഷരപ്രാസം ഇതിലെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ അനുപ്രാസം എന്ന് പറയുന്ന മറ്റൊരു പ്രാസം കൂടി കടന്നു വരുന്നുണ്ട് കേട്ടാ. വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത്, തുടർച്ചയായുള്ള വരികളിൽ ഏത് സ്ഥാനത്താണോ വ്യഞ്ജനാക്ഷരം കിടക്കുന്നത് അതേ വ്യഞ്ജനാക്ഷരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനെ നമ്മൾ അനുപ്രാസം എന്ന് പറയും. ആ അനുപ്രാസവും കാണാൻ സാധിക്കും. ഒപ്പം തന്നെ സാദൃശ്യ കൽപ്പനയും കാണിക്കുകയാണ് അല്ലെ. സാദൃശ്യ കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്തിനെ എന്തായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഒക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. നോക്കാം, ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ചോദ്യം 1, നളിനി എന്ന കാവ്യത്തിന് ആശാൻ നൽകിയ മറ്റൊരു പേരെന്താണ്? ആദ്യത്തെ ചോദ്യം വരികയാണ്. നളിനി എന്ന കാവ്യത്തിന് ആശാൻ നൽകിയ, ഈ ഒരു ചോദ്യം പഠിക്കുമ്പോൾ ഇത് നേരിട്ട് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും നമുക്ക് ഉത്തരങ്ങൾ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേര് കൂടി എഴുതി വെക്കാൻ സാധിക്കും. ആശാൻ നളിനി എന്ന കൃതിക്ക് ഒരു സ്നേഹം എന്ന മറ്റൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ. ആശാൻ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സ്നേഹം അല്ലെ, ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആരാണ് പ്രകടിപ്പിക്കുന്നത്? നളിനിയാണ് പ്രകടിപ്പിക്കുന്നത്. ആരോടാണ് പ്രകടിപ്പിക്കുന്നത്? ദിവാകരനോടാണ് പ്രണയം പങ്കുവെക്കുന്നത്. നോക്കാം, അപ്പോ നളിനി എന്ന പേര് കൂടാതെ ഒരു സ്നേഹം എന്ന പേര് കൂടി ആശാൻ ഈ കൃതിക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തതായി രണ്ടാമതായി നമ്മൾ നോക്കുകയാണ്. പോട്ടായത് എന്നത് പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന രൂപം എന്ത്? ഇത് പാഠഭാഗത്തുള്ള ഒരു വാക്കാണ്. പോട്ടായത് എന്തിവിടെ വാണിടുന്നു നീ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. പോയതൊക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. പോട്ടായത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിനെ പിരിക്കുമ്പോൾ എങ്ങനെ കിട്ടും എന്നാണ് ചോദ്യം. പോട്ടെ പ്ലസ് ആയത്, അതാണ് പോട്ടായത് എന്ന് പറയുന്നത്. പോട്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ പ്ലസ് ആയത് എന്നാണ് പോട്ടായത് എന്ന് പറയുന്ന വാക്കിനെ പിരിച്ചു എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ആലോചിക്കാം. നോക്കാം, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ചോദ്യം 1 ഇങ്ങനെയാണ്. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവി അന്നു വന്ന പോൽ എന്ന് പറഞ്ഞ് ആ 2 വരികൾ ഇങ്ങനെ വരികയാണ്. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവി അന്നു വന്ന പോൽ. ഇതില് ഹ എന്ന ശബ്ദത്തിൽ തെളിയുന്ന ഭാവം എന്താണ് എന്ന് പറയണം അല്ലെ. ചില ശബ്ദങ്ങൾ കൊണ്ട്, അതുകൊണ്ട് തന്നെ ആശാനെ പറയും ശബ്ദത്തിന്റെ അല്ലെ, ചില ശബ്ദങ്ങൾ നമ്മളിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് തരുന്ന ഒരു മനുഷ്യനാണ്. ആ ശബ്ദത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും. ആ അർത്ഥങ്ങൾ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹ, കഷ്ടകാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നളിനി പറയുകയാണ്. ഹ എന്ന് പറയുന്ന ഒരു ശബ്ദം അവൾ ഉണ്ടാക്കുകയാണ്. ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, ദിവാകരനെ കണ്ടതിലുള്ള നിരാശ 1 മാർക്കിനുള്ള ചോദ്യമാണ് കേട്ടാ. അപ്പൊ 4 ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. ദിവാകരനെ കണ്ടതിലുള്ള നിരാശയാണ്, ദിവാകരനെ കണ്ടതിലുള്ള സന്തോഷമാണ്, ദിവാകരനെ കുറിച്ചുള്ള ആകാംക്ഷയാണ്, ദിവാകരനെ കാണാനുള്ള തിടുക്കമാണ് അല്ലെ. ഇതിൽ ഏതാണ് ഹ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇങ്ങനെയാണ്. ദിവാകരനെ കണ്ടതിലുള്ള സന്തോഷം. നാളുകൾക്ക് ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളിലുണ്ടായ സന്തോഷം കൊണ്ടാണ് ഹ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നെടുവീർപ്പിടാറുണ്ട് നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലെ. ഒന്ന് സ്വസ്ഥായിട്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ അവളിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവുകയാണ്. ആ ശബ്ദം സന്തോഷത്തിന്റെയാണ്, സമാധാനത്തിന്റെയാണ് എന്നുള്ളത് ആലോചിക്കുക. അതുകൊണ്ട് ദിവാകരനെ കണ്ടതിലുള്ള സന്തോഷമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നോക്കാം, അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. പണ്ടു നിന്നെയൊരു ഇളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. ഇളം കുരുന്ന്, വല്ലിയായി എന്നീ പദങ്ങൾ നൽകുന്ന അർത്ഥസാധനങ്ങൾ എന്തെല്ലാമാണ്? 2 എണ്ണം
കുറിക്കുക. അർത്ഥസാധനകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്, അർത്ഥ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ, പണ്ട് ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഒരു ഇളം കുരുന്നായിരുന്നു, ഇപ്പൊ നീ ഒരു വല്ലിയായി എന്നാണ് പറയുന്നത്. ഈ രണ്ട് വാക്കുകൾ നൽകുന്ന ആശയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. കുരുന്നു ചെടി വളരെ വേഗം വളർന്ന് വല്ലിയായി മാറി. കുരുന്നു ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ചെടി പെട്ടെന്ന് വളർന്ന് ഒരു വലിയ ചെടിയായി മാറി. അതാണ് ഈ ഒരു ഭാഗത്തിന്റെ ആശയമായി വരുന്നത്. നളിനി പഴയതുപോലെ ചെറിയ കുട്ടിയല്ല, അതിനാൽ തിരിച്ചറിയുക പ്രയാസമാണ്. ഇത് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിന്നെ കണ്ടത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതെ പോയത് എന്ന് പറയുകയാണ്. ഇവള് അവിടെ നിന്നുകൊണ്ട് കരയുന്നുണ്ട്. കരഞ്ഞു കഴിഞ്ഞപ്പോ ദിവാകരൻ പറയുകയാണ്, ഒറ്റ പ്രാവശ്യം പെട്ടെന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ച് നീ വെറുതെ നിന്ന് കേഴണ്ട അല്ലെ, കിടന്ന് കരയൊന്നും വേണ്ട. കാരണം ഇതാണ്, പണ്ട് ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഒരു ഇളം കുരുന്നായിരുന്നു, ഇപ്പോൾ നീ വളർന്നു വല്ലിയായി, വലിയൊരു കുട്ടിയായി എന്ന് പറയാണ്, വലിയൊരു ആളായി മാറിയിരിക്കുന്നു എന്ന് പറയാണ്. പക്വതയുള്ള സ്ത്രീ ആയതിനാൽ തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കാൻ കഴിയും എന്ന് കൂടി പറയാണ്. നീ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല അല്ലെ, പണ്ട് നീ എന്നോട് പ്രണയം പറഞ്ഞ് പിന്നാലെ നടന്നിട്ടൊക്കെ ഉണ്ട്, ഇപ്പൊ നീ അങ്ങനെയല്ല, ഇപ്പൊ നീ വളർന്ന് വലിയൊരു കുട്ടിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ നിനക്ക് കുറച്ച് പക്വതയുണ്ടാവും, അപ്പൊ നിനക്ക് തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാനുള്ള ഒരു പ്രായം കൂടിയായി എന്ന് പറയാണ്. കുരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് എന്നും വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതുമെന്നും അർത്ഥം നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണ്. നോക്കാം. കഷ്ടകാലമകിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവി അന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ചോദ്യം ഇങ്ങനെയാണ്, വരികളുടെ ശബ്ദഭംഗി കണ്ടെത്തുക. വരികളുടെ ശബ്ദഭംഗി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഓരോ 4 വരികൾ എടുക്കുമ്പോഴും ഇതിനെ തുടർന്നുള്ള വരികൾ എടുത്തു കഴിഞ്ഞാലും ഏത് വരി എടുത്തു കഴിഞ്ഞാലും രണ്ടാമത്തെ അക്ഷരം ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ, ഷ് 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 കണ്ട, മൂന്നാമത്തെ അക്ഷരം ഷ്ട കണ്ട കിടക്കുന്ന കണ്ടില്ലേ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. കഷ്ടകാലം, ദിഷ്ടമി, ദൃഷ്ട, ദിഷ്ട, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും കട്ടിയുള്ള വാക്കുകൾ ഇടുകയാണ്, ഒരേപോലെയുള്ള ഉച്ചാരണം ഉണ്ടാവുകയാണ്. ആ പ്രത്യേകത കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കാം. വരികളുടെ ശബ്ദഭംഗിയാണ് കേട്ടോ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ദൃഷ്ടനായി ഭവാൻ പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. നോക്കാം എന്താണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. നോക്കാം. ഉത്തരം 2 ശ്ലോകങ്ങളിലും, ഞാനിവിടെ ഒരു ശ്ലോകം കൊടുത്തിട്ടുള്ളൂ, അതിന്റെ അടിയിലത്തെ ശ്ലോകം കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. 2 ശ്ലോകങ്ങളിലും എല്ലാ വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയാ. ആദ്യത്തേതിൽ ഇഷ്ടയും രണ്ടാമത്തേതിൽ ഇണ്ടയും അല്ലെ. ആദ്യത്തെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കണ്ട, ഇഷ്ട എന്ന് പറയുന്ന ഈ വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. നമ്മൾ അത് എടുത്തെഴുതണം എന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് എടുത്തെഴുതണം. കണ്ട, ആദ്യത്തേതിൽ ഇഷ്ടയും രണ്ടാമത്തേതിൽ ഇണ്ട. രണ്ടാമത്തെ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റാൻസ് എടുത്ത് നോക്കിയാൽ, ആ ഒരു ഭാഗം എടുത്ത് നോക്കിയാൽ അതിലും ഈ പറഞ്ഞതുപോലെ ഇണ്ട എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ച് വരുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ദ്വിതീയാക്ഷരപ്രാസം എന്ന് വിളിക്കുന്നത്. ശബ്ദാലങ്കാരമാണിത് അല്ലെ. ചില ശബ്ദങ്ങൾ കൊണ്ടുവന്ന് വെച്ച് അലങ്കരിക്കുകയാണ്. ആ വാക്ക് പറയുമ്പോൾ തന്നെ ഡ ഡ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ശബ്ദാലങ്കാരമാണ് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുകയാണ്. അതുകൂടാതെ ഡ എന്ന വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിക്കുന്ന അനുപ്രാസവുമുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിക്കുന്ന പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ പറയുന്ന പേരാണ് അനുപ്രാസം. ആലോചിച്ച് വെക്കുക. വ്യഞ്ജനാക്ഷരങ്ങൾ, ഡ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരമാണ് അല്ലെ. ഡ എന്ന് പറയുന്നത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനെ പറയുന്ന പേരാണ് അനുപ്രാസം. ഈ ഒരു പ്രത്യേകത കൂടി ആ പാഠഭാഗത്തുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ എന്ന് ആര് പറയുകയാണ്? നളിനി തന്നെ പറയുകയാണ് അല്ലെ. നോക്കാം. നളിനി തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയതിന് കാരണം എന്താകാം? ദിവാകരനോട് പറയാണ്, ഭവാനു പണ്ടിഷ്ടയാം നളിനി, പണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, പണ്ട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ്
പ്രിയദർശനം എന്ന പാഠം. ആദ്യത്തെ വരി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഏതൊരു വരി തന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആദ്യ ഭാഗം കൃത്യമായി ഈ വരി ആരുടെ ഏതു പാഠഭാഗത്തിലേതാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാകണം. അതാണ് ആദ്യത്തെ പാരഗ്രാഫായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠഭാഗം. ആദ്യത്തെ കാര്യം കഴിഞ്ഞല്ലോ. ആദ്യത്തെ വരി കൃത്യമായി കിട്ടിയല്ലോ. നോക്കാം. കാവ്യത്തിൽ കഥാനായികയായ നളിനി വർഷങ്ങൾക്കു ശേഷം ഹിമാലയത്തിൽ വെച്ച് കഥാനായകനായ ദിവാകരനെ കണ്ടുമുട്ടുന്നതാണ് പാഠഭാഗത്തിന്റെ കഥാസന്ദർഭം. അപ്പൊ മറ്റൊരു കാര്യം കൂടി നമുക്ക് കിട്ടുകയാണ്. ഈ ഒരു സന്ദർഭം ഏതാണെന്ന് കൂടി വ്യക്തമാക്കുകയാണ്. ആരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നും സന്ദർഭം എന്താണെന്നും വ്യക്തമാക്കിയാൽ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞു അല്ലെ. ആദ്യത്തെ പാരഗ്രാഫിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തേതിലേക്ക് കടക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നളിനി ദിവാകരനെ കണ്ടുമുട്ടിയതും സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങിയതും. തന്നെ വേഗത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് നളിനി ഇപ്രകാരം പറയുന്നത്. പണ്ട് നമ്മൾ പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ സന്യാസിയായപ്പോൾ ദിവാകരന് നല്ല മാറ്റങ്ങൾ വന്നു, പൂർവാശ്രമ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന സംശയവും ഇങ്ങനെ പറയാൻ നളിനിയെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ആദ്യം പണ്ട് ഇവർക്ക് ഇഷ്ടമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടിക്കാലത്ത് സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷേ പൂർവാശ്രമ കാര്യങ്ങൾ വിട്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് ഇപ്പൊ സന്യാസ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവന്റെ ചിന്ത എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നളിനി ഇപ്രകാരം ഒരു പരിചയപ്പെടുത്തൽ നടത്തുന്നത്. നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട വരിയാണ്. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിപാഷ്പ പരിപാടലം മുഖം പൂരിതാപയോടുഷസിങ് മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ഈ പാഠഭാഗത്തിലെ ഏതെങ്കിലും ഒരു സാദൃശ്യകൽപ്പന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ സാദൃശ്യകൽപ്പന. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുകയാണ്. ഇതൊരു സാദൃശ്യകൽപ്പനയാണ്. സാദൃശ്യകൽപ്പന എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഒന്നിനെ മറ്റൊന്നുമായി സാദൃശ്യപ്പെടുത്തുകയാണ്, അതാണ് സാദൃശ്യകൽപ്പന. നോക്കാം ഇതിലെ സാദൃശ്യകൽപ്പന എന്താണ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് എന്ന് നോക്കുകയാണ്. ദിവാകരനെയും നളിനിയെയും സൂചിപ്പിക്കാൻ ഈ കാവ്യഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏതെല്ലാം? പ്രഭാതത്തിൽ സൂര്യ സാന്നിധ്യം കൊണ്ട് പനിനീർ പൂ വികസിക്കുന്നത് പോലെ എന്ന പ്രയോഗം സന്ദർഭത്തിന് മിഴിവേകുന്നുണ്ടോ? ഈ വരികളിലെ ചമൽക്കാര ഭംഗി പരിശോധിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുകയാണ് അല്ലെ, നിങ്ങളത് വായിച്ചെടുക്കുകയാണ്. ചമൽക്കാര ഭംഗി പരിശോധിക്കുക. ചമൽക്കാര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പഠിച്ചിട്ടുള്ള സാദൃശ്യകൽപ്പന തന്നെയാണ് ചോദിക്കുന്നത്. അതിൽ എന്തിനെ എന്തായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെ ചമൽക്കരിച്ചപ്പോൾ, അങ്ങനെ ഒരു അലങ്കാരം നടത്തിയപ്പോൾ ആ ഒരു വരിക്ക്, ആ ഒരു വാക്കിന്, ആ ഒരു സന്ദർഭത്തിന് ലഭിച്ചിട്ടുള്ള അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം. നമ്മൾ ഓരോന്നോരോന്നായി നോക്കാൻ പോവുകയാണ്. ധീരനായ യതി നോക്കി തന്വിതൻ. ധീരനായ യതിയായി അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ദിവാകരനെയാണ്. ദിവാകരൻ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഭൂരിപാഷ്പ പരിപാടലം മുഖം. ഭൂരിപാഷ്പം, അവളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരികയാണ് അല്ലെ. യതി നോക്കി നിൽക്കുമ്പോ, ദിവാകരൻ നോക്കി നിൽക്കുമ്പോ അവൾ കരയുകയാണ്. അവൾ കരയുന്നതിന് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് അടുത്ത വരിയിൽ. നോക്കാം. പൂരിതാപയോടുഷസിൻ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പൂരിതാപയോടുഷത്തിൽ, അതിരാവിലെ ഒരു പനിനീർ പൂവില് അല്ലെ, പനിനീർ പൂവില് എന്ത് പറ്റി പിടിച്ച് കിടക്കുകയാണ്? മഞ്ഞുകണം വീണ് കിടക്കുകയാണ് അല്ലെ. മഞ്ഞ് വീണ് ആ പനിനീർ പൂവിൽ കിടക്കുകയാണ്. പനിനീർ പൂവിൽ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഈ മഞ്ഞുകണം അലിഞ്ഞ് ഇല്ലാതെയായി നിലത്തേക്ക് വീഴും അല്ലെ. അതുപോലെ അവൾ കരയുകയാണ്. അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പനിനീർ പൂവ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? നളിനിയാണ്. അവിടെ പൂരിതാപയോട് ഉഷസായി അതല്ലെങ്കിൽ സൂര്യനായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ദിവാകരനെയാണ്. രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. നളിനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റൊരു ആശയം കൂടി വരികയാണ്. നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ നളിനി എന്ന പേര് നളിനം എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് ആലോചിക്കുക. നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര എന്നാണ് അർത്ഥം എന്നും ആലോചിച്ചിരിക്കുക അല്ലെ. അപ്പോ താമരയാകുന്ന പൂവില് മഞ്ഞുകണം പറ്റിപ്പിടിച്ച് കിടക്കുകയും സൂര്യൻ ഉദിച്ചപ്പോൾ അതിറ്റിറ്റ് വീഴുന്നതായുമാണ് ഇവിടുത്തെ സാദൃശ്യകൽപ്പന എന്ന് പറയാം. അപ്പൊ സൂര്യനായിട്ട് അവിടെ ആരെയായിരിക്കാം സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടാവുക?
സൂര്യനായിട്ട് ആരെ ആയിരിക്കാം? അല്ലെ, ദിവാകരനെ തന്നെയാണ് സൂര്യനായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പര്യായ പദം പഠിക്കാറുണ്ട് അല്ലെ. സൂര്യന്റെ പര്യായ പദമാണ് ദിവാകരൻ എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ നളിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയാണെന്നും സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാകരനാണെന്നും ആലോചിച്ചിരിക്കുക. ഈ രണ്ട് സാദൃശ്യ കൽപ്പനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തിടുക. സൂര്യനും താമരയും തമ്മിലുള്ള പ്രണയം എപ്പോഴും വാഴ്ത്തപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ അതുപോലെയായി നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി അത് ഉത്തര രൂപത്തിലേക്ക് വരികയാണ്. നോക്കാം. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠഭാഗം. കാവ്യത്തിൽ നായികയായ നളിനി വർഷങ്ങൾക്കു ശേഷം ഹിമാലയത്തിൽ വെച്ച് കഥാനായകനായ ദിവാകരനെ കണ്ടുമുട്ടുന്നതാണ് പാഠഭാഗത്തെ കഥാസന്ദർഭം. തുടക്കം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, നേരത്തെയുള്ള അതേ തുടക്കം തന്നെ. അപ്പൊ ഈ ഒരു തുടക്കം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കൃത്യമായി ഇതിൽ നിന്ന് വരി തന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സംഭവം എഴുതിയാൽ തന്നെ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. നോക്കാം. ചിരകാലമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി, ചിരകാലമായി ദിവാകരനെ കാത്തിരുന്ന നളിനി ദിവാകരനെ കണ്ടപ്പോൾ തൻ്റെ ജീവിതം തന്നെ ചാരിതാർത്ഥമായി അല്ലെ. ചാരിതാർത്ഥമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തനിക്ക് വേറൊന്നും വേണ്ട എന്ന് ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് നളിനി എന്നറിയിക്കുന്നു. തുടർന്ന് യാതൊന്നും പറയാനാവാതെ വീർപ്പടക്കി ഗദ്ഗദഖണ്ഡവുമായി നിൽക്കുന്ന നളിനിയെ ദിവാകരൻ സാഗൂതം നോക്കുന്നതാണ് സന്ദർഭം. അതായത് ഒന്നുമില്ല, വാക്കുകളൊന്നും കണ്ട് പേടിക്കേണ്ട. സംഭവം പറയുന്നത് ഇത്രയാണ്. കുറെ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയതമ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ കരയുമ്പോൾ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സന്ദർഭമാണ് എന്ന് പറയുകയാണ്. ദിവാകരനെ ഉഷസ്സായും, ദിവാകരനെ ഉഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതമായും, ആ പ്രഭാതത്തിൽ വരുന്ന ഒരു സൂര്യനായി കൂടി പറയുന്നുണ്ട് എന്ന് ആലോചിക്കുക. സൂര്യൻ ദിവാകരനെ ഉഷസ്സായും നളിനിയെ പനിനീർ പൂവുമായി അല്ലെ. പനിനീർ പൂവ് എന്ന് പറയുമ്പോൾ റോസാപ്പൂവാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അർത്ഥപ്രകാരം അങ്ങനെയാണ്. പക്ഷെ മറ്റൊരു പൂവിനെ കൊണ്ട് നമ്മൾ ഇവിടെ ഇടുകയാണ് താമരപ്പൂവ് അല്ലെ. അതെന്താണ് അങ്ങനെ ഇടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയുകയാണ്. താമര, നളിനം എന്ന് പറഞ്ഞാൽ താമര എന്നൊരർത്ഥം കൂടിയുണ്ട് എന്ന് പറയുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം ദിവാകരനെ കണ്ടെത്തിയതിലുള്ള സന്തോഷം കണ്ണീർ കണങ്ങളായി നളിനിയെ ചുവന്നു തുടുത്ത മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നതും, ഇങ്ങനെ ചുവന്നു തുടുത്ത മുഖവുമായാണ് മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നതും, ഇങ്ങനെ ചുവന്നു തുടുത്ത മുഖവുമായിട്ടാണ് നളിനി പൊൻവെളിച്ചം തൂകുന്ന പ്രഭാത സൂര്യനെ പോലെയുള്ള ദിവാകരന്റെ മുന്നിൽ നിൽക്കുന്നത്. പൊൻവെളിച്ചം തൂകുന്ന പ്രഭാത സൂര്യനെ പോലെയുള്ള ദിവാകരന്റെ മുന്നിൽ നിൽക്കുന്നത്. വാക്കുകൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കുക. അതിമനോഹരവും ചമൽക്കാര ഭംഗി നിറഞ്ഞതുമാണ് ഈ സാദൃശ്യ കൽപ്പന. പൂർണ്ണ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവാകരന്റെ മുന്നിൽ വിടരാൻ വെമ്പുന്ന ചുവന്ന പനിനീർ പൂവായിട്ടാണ് അവൾ നിൽക്കുന്നത്. അത്യന്തം ഹൃദയാഹ്ലാദമായിട്ടുള്ള അല്ലെ, ഹൃദയാഹാരിയായിട്ടുള്ള ഈ സാദൃശ്യ കൽപ്പന നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലേക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അവിടെ പനിനീർ പൂവായി ആരെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ദിവാകരനെ സൂര്യനായും, ഒപ്പം തന്നെ ദിവാകരനെ മറ്റൊരു സാദൃശ്യകൽപ്പന കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രഭാതമായി കൂടി സാദൃശ്യപ്പെടുത്തുന്നു. അവൾ ആ ദിവാകരന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അതെങ്ങനെയാണ് കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിരാവിലെ വിടരാൻ നിൽക്കുന്ന ഒരു പൂവിൽ മഞ്ഞുകണം പറ്റി പിടിച്ചു കിടക്കുമ്പോൾ സൂര്യൻ വരുമ്പോൾ അത് അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവൾ അവിടെ നിന്ന് കരയുകയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. നോക്കാം. അടുത്തൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതതോതുക, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. ഈ വരി ഇതിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് കേട്ടാ. ആലോചിച്ചിരിക്കുക. എന്താണ് ചോദ്യം എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദിവാകരന്റെയും നളിനിയുടെയും സ്നേഹസങ്കല്പത്തിൽ വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും സ്നേഹമുണ്ട്. രണ്ടുപേർക്കും സ്നേഹമുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സ്നേഹം വ്യത്യസ്ത തരത്തിലാണ്. ആ വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം. നോക്കാം. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ ഒരു ഭാഗമാണ് പ്രിയദർശനം. ഇത് നമ്മൾ തുടക്കത്തിലേക്ക് കൊടുക്കുന്ന ഭാഗം അല്ലെ. ഇത് പാഠഭാഗത്തെ കഥാസന്ദർഭം. നമ്മൾ നേരത്തെ 2 ചോദ്യങ്ങളിൽ പറഞ്ഞ അതേ തുടക്കമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് വന്നിരിക്കുന്നത് നോക്കാം.
സ്നേഹസങ്കല്പങ്ങളുടെ കാര്യത്തിൽ നളിനിയും ദിവാകരനും രണ്ട് ധ്രുവങ്ങളിലാണ് അല്ലെ. രണ്ടുപേരും അറ്റത്താണ്, രണ്ടറ്റത്തായിട്ട് നിൽക്കുന്നവരാണ്. നോക്കാം, നളിനി വ്യക്തിയാധിഷ്ഠിതമായ, നളിനി ആഗ്രഹിക്കുന്നത് തൻ്റെ സന്തോഷം, തൻ്റെ സുഖങ്ങളുമാണ്. താൻ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യന്റെ വരവിന് വേണ്ടിയിട്ടാണ്. ഏത് മനുഷ്യന്റെ? ദിവാകരന്റെ അല്ലെ. അപ്പൊ അവളുടെ സ്നേഹം വ്യക്തിയാധിഷ്ഠിതമാണ്, തൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്നതാണ്. സ്നേഹത്തിലാകുമ്പോൾ ദിവാകരൻ പ്രാപഞ്ചിക സ്നേഹത്തിന്റെ, പ്രാപഞ്ചിക സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ മൊത്തം സ്നേഹിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടിയല്ല, ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ് ആര്? ദിവാകരൻ. വക്താവായി നിൽക്കുന്നു. നളിനിയെ സംബന്ധിച്ച് തൻ്റെ ശരീരവും ആത്മാവും എല്ലാം തൻ്റെ നാഥന് സമർപ്പിക്കുന്നു. ഏതാണ് ആ നാഥൻ? ദിവാകരൻ. തൻ്റെ സ്നേഹവും ശരീരവും എല്ലാം ഒരേ ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ദിവാകരന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നളിനി എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. എന്നാൽ ദിവാകരന് സർവചരാചരങ്ങളെയും ഒരുപോലെയാണ്. ദിവാകരനെ സംബന്ധിച്ച് ഒരു വ്യക്തിക്ക് മാത്രമല്ല ദിവാകരൻ പ്രാധാന്യം കൊടുക്കുന്നത്, ഓരോ ചരങ്ങളും, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആര്? ദിവാകരൻ. നോക്കാം, സ്വന്തം ജീവിതം എല്ലാവർക്കുമായി സമർപ്പിക്കാവുന്നതാണ് അല്ലെ. അങ്ങനെ സമർപ്പിക്കാനുള്ളതാകുന്നു എന്ന് പറയുകയാണ് ആര്? ദിവാകരൻ. സ്വന്തം ജീവിതം, അതാണ് ഇതിന്റെ ആശയവുമായി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, അന്യജീവനുതകി, മറ്റുള്ളവരുടെ ജീവിതത്തിനു വേണ്ടി സ്വജീവിതം, സ്വന്തം ജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. മാറ്റിവെക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുന്നവരാണ് വിവേകമുള്ളവർ, അറിവുള്ളവർ എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നവരാണ് അറിവുള്ളവർ എന്ന ആശയത്തിലേക്കാണ് ഈ ഒരു വരി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. നോക്കാം, ആ ഒരു വരി തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. നോക്കാം, രണ്ട് വരികളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. ആരുടെയാണ്? കുമാരനാശാന്റെയാണ്. എന്നാൽ ഇതേ ആശയത്തിലുള്ള മറ്റൊരു വരി കൂടി തന്നിരിക്കുകയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന്റെ സുഖത്തിനായി വരയണം. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു ആര്? കുമാരനാശാൻ. അപ്പൊ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്റെ ജീവിതത്തിലും അനുവർത്തിക്കും അല്ലെ. അതും നിഴലിച്ച് കാണാൻ സാധിക്കും. ഗുരു പറഞ്ഞ ആ വാക്യം തൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കിയിടുകയാണ് കുമാരനാശാൻ. അത്തരമൊരു പ്രയോഗമാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇവിടെയും അതേ ആശയം തന്നെയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപരന്റെ സുഖത്തിനായി വരയണം, മറ്റൊരാളുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടി ആവണം എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നോക്കാം, നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ നായകനായ ദിവാകരന്റെ വാക്കുകളാണ് ആദ്യത്തേത്. കിട്ടിയല്ലോ. വിവേകികൾ സ്വന്തം ജീവിതം മറ്റു ജീവനുകൾക്ക് കൂടി ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുകയും എന്ന് ദിവാകരൻ പറയുന്നു. ദിവാകരൻ പറയുന്ന സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ മാറ്റിവെക്കാൻ നമുക്ക് പറ്റണം എന്നാണ് ദിവാകരൻ പറയുന്നത്. നോക്കാം, ഇതേ ആശയം തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളിലും കാണുന്നത്. സ്വന്തം സുഖത്തിനു വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു വ്യക്തികൾക്ക് കൂടി സുഖം പകരണം എന്നാണ് ഗുരുവിന്റെ ഉപദേശം. അന്യരോടുള്ള സ്നേഹവും പരിഗണനയും ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും തെളിയേണ്ടത് എന്ന ജീവിത വീക്ഷണമാണ് ഈ രണ്ടുപേരുടെയും വെച്ചു പുലർത്തുന്നത്. നോക്കാം, ഈ രണ്ടുപേരും വെച്ചു പുലർത്തുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൂടി ഉപകാരമാകണം, ഉപദ്രവമായി മാറരുത് എന്നൊരു ജീവിത വീക്ഷണമാണ് ഈ രണ്ടുപേരും അനുവർത്തിച്ചു പോരുന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളായിട്ട് വരുന്നത്. നോക്കാം, ഇനി ഈ ഒരു പാഠഭാഗത്തിലെ വരികൾ തന്നുകൊണ്ട് അതിലെ ചില വാക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ് ഭാവശാലികൾ പിരിഞ്ഞുകൂടായിൽ ഈ വിധം വികലമാം സുഖോദയം? കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദിച്ചാൽ ഭാവശാലികൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൃത്യമായി ഈ പാഠഭാഗത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ പിന്നിലായിട്ട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ അർത്ഥത്തിൽ നിന്ന് ഒരു മാർക്കിനുള്ള ചോദ്യം നമുക്ക് ഉറപ്പാണെന്ന് ആലോചിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഭാവശാലികൾ എന്നൊരു വാക്ക് തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഭാവശാലികൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പരസ്പരം സ്നേഹിക്കുന്നവർ,
പരസ്പരം അകന്ന് താമസിക്കുന്നവർ, ദേഷ്യമുള്ളവർ, സ്നേഹമുള്ളവർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പരസ്പരം സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഭാവശാലികൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മാർക്കിനുള്ള ആ ഒരു ചോദ്യം കൂടി നിങ്ങളിലേക്ക് ഇട്ട് തരികയാണ്. അങ്ങനെ ഇട്ട് തന്നുകൊണ്ട് ഞാൻ വീണ്ടും തുടക്കത്തിലേക്ക് വരികയാണ്. തുടക്കത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആശാൻ സ്നേഹഗായകനാണെന്ന് പറയുകയാണ്. ആശാന്റെ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. വിശാലമായൊരു സ്നേഹത്തിലേക്ക് മാറുകയാണ്. ഒപ്പം തന്നെ നളിനിക്ക് ദിവാകരനോടുള്ള പ്രണയം, ആ ഒരു പ്രണയത്തെ എടുത്തു കാണിച്ചുകൊണ്ട്, ആ ഒരു പ്രണയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പാഠഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് ആലോചിക്കുക. ദിവാകരനും ഏറ്റവും ഒടുവിലായി അവളോടൊരു സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ട്. ഏറ്റവും വലുത് ഗാർഹസ്ഥ്യമല്ല എന്നുള്ള ഒരു സങ്കല്പത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സന്യാസമല്ല ഗാർഹസ്ഥ്യമാണ് വലുത് എന്ന സ്നേഹ സങ്കല്പത്തിലേക്ക് ഇട്ടുകയാണ് അല്ലെ. സന്യാസമല്ല, സന്യാസ ജീവിതമല്ല, മനുഷ്യരെല്ലാവർക്കും എന്തുണ്ടാവും? വികാര വിചാരങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വികാര വിചാരങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൂടി ജന്മം കൊടുക്കുന്ന ഗാർഹസ്ഥ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പാഠഭാഗമായി കുമാരനാശാന്റെ നളിനി എന്ന് പറയുന്ന പാഠഭാഗം മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗം നളിനിയിലൂന്നിയുള്ള പാഠഭാഗമാണെന്ന് മനസ്സിലാക്കുകയാണ്. നളിനിയുടെ സ്നേഹത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ദിവാകരൻ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ 2 വരിയിലേക്ക് കൂടി നമ്മൾ എത്തുകയാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മാറ്റിവെക്കുമ്പോഴാണ് വിവേകമുള്ളവരായി മാറുന്നത്, അറിവുള്ളവരായി മാറുന്നത്. മറ്റുള്ള ഒരാൾ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവരെ പിടിച്ചുയർത്താനുള്ള ഒരു കൈത്താങ് കൊടുക്കുമ്പോഴാണ് അവർ വിവേകമുള്ളവരാകുന്നത്. ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് പ്രിയദർശനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.